ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ വീഡിയോയിലേക്ക് എല്ലാ നല്ല പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി കരയറ്റുന്നു. എന്നാൽ നമുക്ക് കഴിഞ്ഞ ചോദ്യത്തിലേക്കും ഉത്തരത്തിലേക്കും പോകാം. ഒന്നാമത്തെ ചോദ്യം, നോഹയും കുടുംബവും പെട്ടകത്തിൽ കയറി എത്ര ദിവസം കഴിഞ്ഞപ്പോഴാണ് ഭൂമിയിൽ ജലപ്രളയം ഉണ്ടായത്? 7 ദിവസം എന്നാണ് അതിൻ്റെ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, ജലപ്രളയം ഉണ്ടായപ്പോൾ നോഹയ്ക്ക് എത്ര വയസ്സായിരുന്നു? നോഹയ്ക്ക് 600 വയസ്സായിരുന്നു. ജലപ്രളയ കാലത്ത് എത്ര ദിവസം ഭൂമിയിൽ മഴ പെയ്തുകൊണ്ടിരുന്നു? 40 ദിവസം, 40 രാവും 40 പകലും. ആരൊക്കെയാണ് പെട്ടകത്തിൽ കയറിയത്? നോഹയും കുടുംബവുമാണ് പെട്ടകത്തിൽ കയറിയത്. ജലപ്രളയ കാലത്ത് എത്ര ദിവസം ഭൂമിയിൽ വെള്ളം പൊങ്ങിക്കൊണ്ടിരുന്നു? 150 ദിവസം. ആഴിയുടെ ഉറവുകളും ആകാശത്തിൻ്റെ കിളിവാതിലുകളും തുറന്നത് എപ്പോൾ? ജലപ്രളയം ഉണ്ടായപ്പോൾ. അടുത്ത ചോദ്യം, പെട്ടകത്തിൻ്റെ വാതിൽ അടച്ചത് ആര്? യഹോവയാണ് പെട്ടകത്തിൻ്റെ വാതിൽ അടച്ചത്. നോഹയുടെ പെട്ടകത്തിൽ ഉണ്ടായിരുന്നത് എത്ര പേർ? 8 പേരാണ് നോഹയുടെ പെട്ടകത്തിൽ ഉണ്ടായിരുന്നത്. ജലപ്രളയം ഉണ്ടായപ്പോൾ പർവ്വതങ്ങൾ മൂടുവാൻ തക്കവണ്ണം അവയ്ക്ക് മീതെ വെള്ളം എത്ര മുഴം പൊങ്ങി? 15 മുഴം. ദൈവം ആരൊക്കെയാണ് ഓർത്തത്? നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുണ്ടായിരുന്ന സകല ജീവികളെയും. നോഹയുടെ പെട്ടകം ഉറച്ച പർവ്വതം ഏത്? അരാറാത്ത് പർവ്വതം. ആദ്യമായി വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പർവ്വതം ഏത്? അരാറാത്ത് പർവ്വതമാണ് ആദ്യമായി വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പർവ്വതം. ജലപ്രളയാനന്തരം പർവ്വത ശിഖരങ്ങൾ കാണായി വന്നതെന്ന്? 10-ാം ദിവസം 1-ാം തീയതിയാണ് കാണാൻ പറ്റിയത്. അടുത്ത ചോദ്യം, നോഹ പെട്ടകത്തിൻ്റെ കിളിവാതിൽ തുറന്നത് എത്ര ദിവസത്തിന് ശേഷം ആയിരുന്നു? 40 ദിവസത്തിന് ശേഷമാണ് നോഹ പെട്ടകത്തിൻ്റെ കിളിവാതിൽ തുറന്നത്. നോഹ പെട്ടകത്തിൽ നിന്ന് ആദ്യമായി പുറത്തുവിട്ട പക്ഷി ഏത്? മലങ്കാക്കയാണ് നോഹ പെട്ടകത്തിൽ നിന്ന് ആദ്യമായി പുറത്തുവിട്ട പക്ഷി. എഴുത്തില്ലാത്ത പത്രവുമായി വന്ന പക്ഷി ഏത്? പ്രാവാണ് എഴുത്തില്ലാത്ത പത്രവുമായി വന്ന പക്ഷി. ബൈബിളിൽ ആദ്യമായി പേര് പറയുന്ന പക്ഷി ഏത്? മലങ്കാക്കയാണ്. വെള്ളം കുറഞ്ഞുവോ എന്നറിയേണ്ടതിന് നോഹ പെട്ടകത്തിൽ നിന്ന് വിട്ട പക്ഷികൾ ഏതെല്ലാം? മലങ്കാക്കയും പ്രാവിനെയുമാണ് വിട്ടത്.
ഭൂമിയിൽ വെള്ളം കുറഞ്ഞുവെന്ന് അറിയുവാൻ നോഹയുടെ അടുക്കലേക്ക് പ്രാവ് എന്തു കൊണ്ടുവന്നു? ഒരു പച്ച ഒലിവില പ്രാവ് നോഹയുടെ അടുക്കലേക്ക് കൊണ്ടുവന്നു. പ്രളയാനന്തരം ഭൂമി ഉണങ്ങിയതെന്ന് പ്രളയാനന്തരം ഭൂമി ഉണങ്ങിയതെന്ന് നോഹയുടെ 601 സംവത്സരം 2 മാസം. തീയതി. ആരാണ് പെട്ടകത്തിൻ്റെ മേൽത്തട്ട് നീക്കിയത്? നോഹയാണ് പെട്ടകത്തിൻ്റെ മേൽത്തട്ട് നീക്കിയത്. ഭൂമിയിൽ വെള്ളം വറ്റി ഉണങ്ങിയതെപ്പോൾ? 2 മാസം 27 തീയതിയാണ് ഭൂമിയിൽ വെള്ളം വറ്റി ഉണങ്ങിയത്. ആദ്യം യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതത് ആര്? നോഹയാണ് യഹോവയ്ക്ക് ആദ്യമായൊരു പെട്ടകം പണിതത്. മനുഷ്യൻ്റെ മുമ്പേ മനോനിരൂപണം ബാല്യം മുതൽ എങ്ങനെയുള്ളത്? ദോഷമുള്ളതായിരുന്നു. ഈ ചെയ്തതുപോലെ സകല ജീവികളെയും ഇനി നശിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞത് ആര്? യഹോവയാണ് അങ്ങനെ പറഞ്ഞത്. എന്നാൽ നമുക്ക് ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇന്നത്തെ ആദ്യത്തെ ചോദ്യം: ദൈവം നോഹയെയും കുടുംബത്തെയും അനുഗ്രഹിച്ചത് എപ്പോൾ? ദൈവം നോഹയെയും കുടുംബത്തെയും അനുഗ്രഹിച്ചത് എപ്പോൾ? എന്ന് മുതലാണ് മനുഷ്യൻ മാംസം ഉപയോഗിച്ചത്? എന്ന് മുതലാണ് മനുഷ്യൻ മാംസം ഉപയോഗിച്ചത്? മൂന്നാമത്തെ ചോദ്യം: പ്രാണൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പ്രാണൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അടുത്ത ചോദ്യം: ആരെങ്കിലും മനുഷ്യൻ്റെ രക്തം ചൊരിഞ്ഞാൽ അവൻ്റെ രക്തം ചൊരിയിക്കുന്നതാര്? ആരെങ്കിലും മനുഷ്യൻ്റെ രക്തം ചൊരിഞ്ഞാൽ അവൻ്റെ രക്തം ചൊരിയിക്കുന്നതാര്? നോഹയോട് ദൈവനിയമത്തിൻ്റെ അടയാളം എന്ത്? നോഹയോടുള്ള ദൈവനിയമത്തിൻ്റെ അടയാളം എന്ത്? അടുത്ത ചോദ്യം: കനാൻ്റെ പിതാവ് ആര്? കനാൻ്റെ പിതാവ് ആര്? അടുത്ത ചോദ്യം: ഹാമിൻ്റെ മകൻ ആര്? ഹാമിൻ്റെ മകൻ ആര്? അടുത്ത ചോദ്യം: ആദ്യമായി മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കിയത് ആര്? ആദ്യമായി മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കിയത് ആര്? അടുത്ത ചോദ്യം: നോഹയുടെ ജോലി എന്തായിരുന്നു? നോഹയുടെ ജോലി എന്തായിരുന്നു? ഒന്നാമതായി വീഞ്ഞു കുടിച്ച് ലഹരിയായവൻ ആര്? ഒന്നാമതായി വീഞ്ഞു കുടിച്ച് ലഹരിയായവൻ ആര്? നോഹയുടെ നഗ്നത മറച്ച പുത്രന്മാർ ആരെല്ലാം? നോഹയുടെ നഗ്നത മറച്ച പുത്രന്മാർ ആരെല്ലാം?
തൻ്റെ സഹോദരന്മാർക്ക് അധമദാസനായി തീരുമെന്ന് നോഹ ശപിച്ചതാരെ? തൻ്റെ സഹോദരന്മാർക്ക് അധമദാസനായി തീരുമെന്ന് നോഹ ശപിച്ചത് ആരെ? അടുത്ത ചോദ്യം, ജലപ്രളയത്തിന് ശേഷം നോഹ എത്ര സംവത്സരം ജീവിച്ചിരുന്നു? ജലപ്രളയത്തിന് ശേഷം നോഹ എത്ര സംവത്സരം ജീവിച്ചിരുന്നു? അടുത്ത ചോദ്യം, നോഹയുടെ ആയുഷ്കാലം എത്ര? നോഹയുടെ ആയുഷ്കാലം എത്ര? അടുത്ത ചോദ്യം, യാഫേത്തിൻ്റെ പുത്രന്മാർ ആരെല്ലാം? യാഫേത്തിൻ്റെ പുത്രന്മാർ ആരെല്ലാം? അടുത്ത ചോദ്യം, ജാതികളുടെ ദ്വീപുകളിൽ അധിവസിച്ചിരുന്നവർ ആരെല്ലാം? ജാതികളുടെ ദ്വീപുകളിൽ അധിവസിച്ചിരുന്നവർ ആരെല്ലാം? അടുത്ത ചോദ്യം, ഹാമിൻ്റെ പുത്രന്മാർ ആരെല്ലാം? ഹാമിൻ്റെ പുത്രന്മാർ ആരെല്ലാം? അടുത്ത ചോദ്യം, നിമ്രോദിൻ്റെ പിതാവ് ആര്? നിമ്രോദിൻ്റെ പിതാവ് ആര്? ഭൂമിയിലെ ആദ്യത്തെ വീരൻ ആര്? ഭൂമിയിലെ ആദ്യത്തെ വീരൻ ആര്? അടുത്ത ചോദ്യം, യഹോവയുടെ മുമ്പാകെ നായാട്ട് വീരൻ ആയവൻ? യഹോവയുടെ മുമ്പാകെ നായാട്ട് വീരൻ ആയവൻ? അടുത്ത ചോദ്യം, നിമ്രോദിൻ്റെ ദേശത്തിൻ്റെ ആരംഭം എവിടെ? നിമ്രോദിൻ്റെ ദേശത്തിൻ്റെ ആരംഭം ഭൂമിയിലെ, അത് ഞാനൊന്ന് ചോദിച്ച ചോദ്യമാണ്, അടുത്ത ചോദിക്കാം. നിമ്രോദ് പണിത പട്ടണം ഏത്? നിമ്രോദ് പണിത പട്ടണം ഏത്? അശൂർ പണിത പട്ടണം ഏത്? അശൂർ പണിത പട്ടണം ഏത്? അറിയപ്പെടുന്ന ആദ്യത്തെ മഹാനഗരം ഏത്? അറിയപ്പെടുന്ന ആദ്യത്തെ മഹാനഗരം ഏത്? ഫിലിസ്തീയർ ഉത്ഭവിച്ചത് എവിടെയാണ്? ഫിലിസ്തീയർ ഉത്ഭവിച്ചത് എവിടെയാണ്? അടുത്ത ചോദ്യം, കനാൻ്റെ ആദ്യ ജാതൻ ആര്? കനാൻ്റെ ആദ്യ ജാതൻ ആര്? ഊസിൻ്റെ പിതാവ് ആര്? ഊസിൻ്റെ പിതാവ് ആര്? അടുത്ത ചോദ്യം, പെലേഗിൻ്റെ പിതാവ് ആര്? പെലേഗിൻ്റെ പിതാവ് ആര്? അടുത്ത ചോദ്യം, ആരുടെ കാലത്താണ് ഭൂവാസികൾ പിരിഞ്ഞുപോയത്? ആരുടെ കാലത്താണ് ഭൂവാസികൾ പിരിഞ്ഞുപോയത്? ചോദ്യങ്ങൾക്ക് ഉത്തരം മെസ്സേജ് ചെയ്യുക, സമ്മാനങ്ങൾ നേടുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.